അപ്പോൾ ഇന്നൊരു സോയാബി വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രൈ പോലെ ഒരു സാധനം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലാണ് കുറച്ച് സോയാബി ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചിട്ട് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അതാ ഒരു ഇതെടുത്തിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വഴറ്റി കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി ഇട്ടിട്ട് പിന്നെ 2 കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനത് കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അത് ഇട്ടു. അപ്പോൾ അതാവണ നേരം കൊണ്ട് നമ്മളിതാ അരമണിക്കൂർ വെച്ചതാട്ടത്. ഇതൊന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട് സോയാബി. അത് നന്നായിട്ട് മുരിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിലോട്ടില്ല നമ്മളെ ഈ വയറ്റി വെക്കാനുള്ള സാധനത്തിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല ചിക്കൻ മസാല അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കുറച്ചൊന്ന് നല്ല ഡ്രൈ ആയി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലും അതുപോലെ തന്നെ കുറച്ച് സോസും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം